ഹലോ എവ്രി വൺ, നമ്മളിന്ന് KTU ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റ് ECT 203 എന്നുള്ള സബ്ജക്റ്റ് കോഡുള്ള സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ECT 203 എന്നുള്ള സബ്ജക്റ്റ് കോഡിൻ്റെ സിലബസിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിൽ. അപ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ സത്യം പറഞ്ഞാൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ കൂടി കൂട്ടിയിട്ട്. അതിൽ എല്ലാ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനത് അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യും. ഓക്കെ, വളരെ ക്വിക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം, എങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ECT 203 എന്നാണ് സബ്ജക്റ്റ് കോഡ് വരുന്നത്. മൊത്തം പറയുന്നത് 3 hours ആണ്. 3 hours ആണ് നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം മാർക്ക് 100 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാം, കോവിഡ് പ്രോട്ടോക്കോൾ കൊണ്ട് തന്നെ എന്താണ് മാക്സിമം മാർക്ക് എന്നുള്ളത് 70ഉം ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 2.25 hours-ഉമാണ്. അതായത് 2.25 മണിക്കൂറാണ് സമയം. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 70 മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ് അത് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 28 മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ് പാർട്ട് എ ആണ്. പാർട്ട് എയിൽ മൊത്തം 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 10 മാർക്ക്, ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1ഉം 2ഉം മൊഡ്യൂൾ 1 ആണ്. സെയിം വേ 3ഉം 4ഉം മൊഡ്യൂൾ 2 ആണ്. 5ഉം 6ഉം മൊഡ്യൂൾ 3 ആണ്. 7ഉം 8ഉം എന്താണ്, മൊഡ്യൂൾ 4 ആണ്. 9ഉം 10ഉം മൊഡ്യൂൾ 5 ആണ്. ഇതേ പാറ്റേൺ അല്ലേ. അപ്പോൾ പാർട്ട് എയിൽ സത്യം പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, ഇതിലെല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് മെയിനായിട്ട് സമയം പോകുന്നത് ഈ 10 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നിങ്ങളെ 50% സമയം പോവും. അപ്പോൾ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ചുരുക്കി മാത്രം ഇത് ആൻസർ ചെയ്താൽ മതി. എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് എ മാത്രമാണ്. പാർട്ട് എയും പാർട്ട് ബിയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം വരും. അത് നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് എയിലെ 10 ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്ത് ചെയ്യും, പാർട്ട് ബിയിലെ കംപ്ലീറ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് എയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട് ബീൻ്റെ വീഡിയോൻ്റെ കൂടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ പാർട്ട് ബി നോക്കുക. പാർട്ട് ബിയിൽ ആൻസർ 1 question ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 മാർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ എഴുതേണ്ടത് 5 ക്വസ്റ്റ്യൻ ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് ഉണ്ടാവും. അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 1 ക്വസ്റ്റ്യൻ ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 11ഉം 12ഉം 11A 11B ഓർ 12A 12B ആണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിൽ 11 or 12 ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 11ഉം 12ഉം ഏത് മൊഡ്യൂളിൽ നിന്നായിരിക്കും, മൊഡ്യൂൾ 1ൽ നിന്നായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിടക്കാം, 1 by 1 ആയിട്ട് നോക്കാം. 13ഉം 14ഉം നിങ്ങൾ കണ്ടോ, 13. അപ്പോൾ നിങ്ങൾ ഈ 11ഉം 12ഉം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത് 14 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത് 8-6 എന്നുള്ള പാറ്റേണിലാണ്. സെയിം വേ നമ്മൾ 13ഉം 14ഉം നോക്കുകയാണെങ്കിൽ ഈ സ്പ്ലിറ്റപ്പ് വന്നിരിക്കുന്നത് 8-6 അല്ല, 7-7 എന്നുള്ള, അതായത് എ ക്വസ്റ്റ്യൻ 7ഉം ബി ക്വസ്റ്റ്യൻ 7ഉം ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് വരുന്നത്. സെയിം വേ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 15ഉം 16ഉം വരുന്നത് ഏതാണ്, മൊഡ്യൂൾ 3 ആണ്. ഇതിലും വന്നിരിക്കുന്ന സ്പ്ലിറ്റപ്പ് 8-6
6, 8 എന്നുള്ള സ്പ്ലിറ്റപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 17ഉം 18ഉം മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 4ൽ 17 എന്ന് പറയുന്ന ഒരു സിംഗിൾ 14 മാർക്ക് ക്വസ്റ്റ്യനും 18A-B എന്ന് പറയുന്നത് 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും അല്ലേ, ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ഇനി 19ഉം 20ഉം വരുന്നത് ഏതാണ്? മൊഡ്യൂൾ 5ൽ നിന്നാണ്. 19A-B എന്ന് പറയുന്നത് 8-6ൻ്റെ സ്പ്ലിറ്റപ്പിൽ, 20A-B എന്ന് പറയുന്നതും 8-6ൻ്റെ സ്പ്ലിറ്റപ്പ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുക. ഈ ഓരോ മൊഡ്യൂളിൻ്റെ കൂടിയും വെരിലോഗിൻ്റെ ഒരു പാർട്ട് ചോദിക്കുന്നുണ്ട്, പാർട്ട് എയിലും പാർട്ട് ബിയിലും. അപ്പോൾ വെരിലോഗ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് 2 വീഡിയോസിൽ ഒതുക്കിയതാണ്. അപ്പോൾ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ വെരിലോഗിൻ്റെ കേസസ് പറയാനുണ്ടാവും. അത് നമുക്ക് വീഡിയോൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പാർട്ട് എയിലേക്ക് പോവാം അല്ലേ. പാർട്ട് എയിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കൺവേർട്ട് 203.52 ടു ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ. അപ്പോൾ 203.52 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. ഈ ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ടും ഹെക്സാഡെസിമലായിട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫസ്റ്റ് കൺവേർഷൻ 1.5 മാർക്കും സെക്കൻഡ് കൺവേർഷൻ 1.5 മാർക്കും. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഏകദേശം ഒരു ഡിസ്ട്രിബ്യൂഷനാണ് മാർക്ക്. അപ്പോൾ അതിൽ സ്ലൈറ്റ് ഡിഫറൻസുകൾ വരാം. ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡെസിമൽ നമ്പറാണ്, നമുക്കറിയാം. നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ ഏതാണ്? 203.52. ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ. അപ്പോൾ ഇതിനെ ബൈനറി ആക്കാനും ഹെക്സാഡെസിമൽ ആക്കാനും നമുക്കറിയാം. നമ്മൾ സക്സസീവ് ഡിവിഷൻ അല്ലെങ്കിൽ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മെത്തഡോളജി യൂസ് ചെയ്യും. അതായത് റിയൽ നമ്പറിനെ നമ്മൾ സക്സസീവ് ഡിവിഷൻ വെച്ചിട്ടും ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യും. അതായത് എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 203 എന്നുള്ള നമ്പറിന് നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം 203നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 101 എന്ന് കിട്ടും. 101നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 50 എന്ന് കിട്ടും. 50നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 25 എന്ന് കിട്ടും. 25നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12 എന്ന് കിട്ടും. 12നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 6 എന്ന് കിട്ടും. 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 എന്ന് കിട്ടും. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇത് ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലേ എന്നാണ്. 203 ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ റിമൈൻഡർ 1 വരും. 101ഉം ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ 1 വരും. 50യും ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണ്, അപ്പോൾ 0 വരും. 25 ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ 1 വരും. 12 ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണ്, അപ്പോൾ 0 വരും. 6 ഡയറക്റ്റ്ലി ഡിവിസിബിൾ ആണ്, അപ്പോൾ 0 വരും. 3 ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ 1 വരും. ലാസ്റ്റ് 1. അപ്പോൾ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിൻ്റെ റിയൽ നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി 1 1 0 0 1 0 1 1. ഇതാണ് എക്സാക്ട്ലി 203 എന്നുള്ള ഡെസിമൽ നമ്പറിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്ത്? ബൈനറി. 1 1 0 0 1 0 1 1. ഇനി നമുക്ക് 0.52 ആണ് അല്ലേ. 0.52നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 0.52 × 2 എത്ര വരും? 1.04 എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ 1.04ൽ ഈ 1 എന്നുള്ളത് റൗണ്ട് ചെയ്യുക. പിന്നെ വരുന്നത് എന്താണ്? 0.04 × 2. 0.04 × 2 എന്ന് പറഞ്ഞാൽ 0.08 ആണ്. ഈ 0.08ൽ നമ്മൾ ഈ 0 എന്നുള്ളത് എന്ത് ചെയ്തു? റൗണ്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 ഫ്രാക്ഷനെങ്കിലും കണ്ടുപിടിക്കണം. അപ്പോൾ 203.52 എന്നുള്ള കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമുക്ക് എഴുതാം. 11001011.10. എന്താണ് ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് അറിയാം. റിയൽ നമ്പർ എഴുതുകയാണെങ്കിൽ ബോട്ടം ടു ടോപ്പും ഫ്രാക്ഷണൽ നമ്പർ എഴുതുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടവും ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 11001011.10 എന്ന് കിട്ടും. സെയിം പാറ്റേണിൽ നമുക്ക് ഹെക്സാഡെസിമൽ കണ്ടുപിടിച്ചൂടെ? ഹെക്സാഡെസിമൽ നമ്മൾ കാണുകയാണെങ്കിൽ എന്ത് മെത്തഡോളജി യൂസ് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് ഈ 203.52 എന്നുള്ള നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വേർഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ബൈനറി ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹെക്സാഡെസിമൽ ചെയ്യാം. എന്ത് മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്യും? 203 എന്നുള്ള നമ്പർ എടുക്കും അല്ലേ. 203 എന്നുള്ള നമ്പറിനെ 16 വെച്ച് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സാക്ട്ലി 12 റിസൾട്ട് കിട്ടും വിത്ത് റിമൈൻഡർ 11.
അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ 12 എന്നുള്ള റിസൾട്ട് നമ്മൾ ഹെക്സാഡെസിമൽ പാറ്റേണിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 11 നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം, ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടും 203 ഇക്വാലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് CB ആണ്, CB. ഇനി ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കും? 0.52 ഇൻറ്റു 16. എന്താണ് 0.52 ഇൻറ്റു 16? 0.52 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 8.32 എന്ന് കിട്ടും. 8.32 നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 8നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. അടുത്തത് എക്സാക്ട്ലി 0.32 ഇൻറ്റു 16. 0.32 ഇൻറ്റു 16 എന്താണ്? 0.32 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 5.12 ആണ്. ഈ 5.12ൽ 5 എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇക്വാലൻ്റ് ഫോം കിട്ടി. ഞാനിവിടെ താഴെ എഴുതുകയാണ്. ഇത് എക്സാക്ട്ലി നമുക്ക് ബൈനറി ആയിരുന്നു. ഹെക്സാഡെസിമൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടി CB 0.85. CB 0.85 ഇതാണ് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരുപാട് സമയമെടുത്താണ്. നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു റിവിഷനായിട്ടും കൂടി ഞാൻ ഈ ഡിസ്കഷനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എങ്ങനെ നമ്മൾ ഈ കൺവേർഷൻ പോസിബിൾ ആക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ബിറ്റ് വൈസ് ആൻഡ് ലോജിക്കൽ വെരിലോഗ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഒരു കമ്പാരിസനാണ്. നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ എന്താണ് ബിറ്റ് വൈസ്, എന്താണ് ലോജിക്കൽ എന്ന് പറഞ്ഞു. ലോജിക്കൽ ഓപ്പറേഷൻസ് ബേസിക്കലി 3 ലോജിക്കൽ ഓപ്പറേഷൻ ആയിരുന്നു. ലോജിക്കൽ നെഗേഷൻ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. ബിറ്റ് വൈസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് നെഗേഷൻ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ് ഓർ, ബിറ്റ് വൈസ് എക്സ് നോർ, രണ്ടും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് നമുക്ക് ഈ ടേബിൾ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ബിറ്റ് വൈസ് ഓപ്പറേഷൻ ആണെങ്കിൽ ദ ബിറ്റ് വൈസ് ഓപ്പറേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പ്രൊവൈഡഡ് ബൈ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പെർഫോം കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻസ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സെയിം വേ ലോജിക്കൽ ഓപ്പറേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ പ്രൊവൈഡഡ് ബൈ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പെർഫോം ലോജിക് ബേസ്ഡ് ഓപ്പറേഷൻ. ലോജിക്കൽ ബേസ്ഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ബിറ്റ് വൈസ് ഓപ്പറേഷൻ വർക്ക് ഓൺ ബിറ്റ്സ് ആൻഡ് പെർഫോം ബൈ ബിറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേഷനിൽ ചെയ്യുന്നത്. ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ യൂസ്ഡ് ടു മേക്ക് എ ഡിസിഷൻ ബേസ്ഡ് മൾട്ടിപ്പിൾ കണ്ടീഷൻ. എന്താണ് ഡിസിഷൻ മേക്ക്ഡ്, വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, ഈ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസിൽ പറയാം. ഇവിടെ അങ്ങനെയല്ല, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് നമ്മൾ കമ്പാരിസൺസ് പറയാം ബിറ്റ് വൈസ് ഓപ്പറേഷൻസിൽ. അതുപോലെ മൂന്നാമത്തെ പോയിന്റ്, ബിറ്റ് വൈസ് ഓപ്പറേഷൻസിന് എക്സാമ്പിളാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേഷൻസിന് എക്സാമ്പിളാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി അതിൻ്റെ കമ്പാരിസൺ. അപ്പോൾ ഒരു 3 കമ്പാരിസൺ എങ്കിലും നിങ്ങൾ എഴുതണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കുക പ്രൂവ് ദാറ്റ് NAND ആൻഡ് NOR ആർ നോട്ട് അസോസിയേറ്റീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബൂലിയൻ അൽജിബ്ര പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തു വരുന്നത് എനിക്ക് ഓർമ്മയില്ല. ബൂലിയൻ അൽജിബ്ര പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് അസോസിയേറ്റീവ് ലോ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് അസോസിയേറ്റീവ് ലോ? AB ഇൻറ്റു സി ഈക്വൽ ടു A ഇൻറ്റു BC. ഇതാണല്ലോ അസോസിയേറ്റീവ് ലോ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. അസോസിയേറ്റീവ് ലോ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ചെയ്തു തരാം. ഞാനിപ്പോൾ NAND ചെയ്തു തരാം, NOR നിങ്ങൾ ചെയ്തു നോക്കുക. NAND അസോസിയേറ്റീവ് ആണ്, അസോസിയേറ്റീവ് അല്ല നമ്മൾ പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ NOR നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത് പ്രൂവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NAND എല്ലാം ശ്രദ്ധിക്കുക. ഈ സിമ്പിൾ ഞാനിപ്പോൾ NANDന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിളാണ്, ജസ്റ്റ് അനലൈസ് ചെയ്ത് വയ്ക്കുക. NAND, B NAND C not equal to A NAND B NAND C. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ NANDിൻ്റെ നൊട്ടേഷനായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ NAND എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ LHSഉം RHSഉം ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, LHS ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ. എന്താ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? നമുക്കിതിനെ എങ്ങനെ എഴുതാം? എക്സാക്ട്ലി നമുക്കിതിനെ എഴുതാം A NAND B അല്ലേ. A NAND B നമുക്കിങ്ങനെ എഴുതാം A NAND B ഇൻറ്റു C ഹോൾ ബാർ. അങ്ങനെ എഴുതിക്കൂടെ? ഈ LHS എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം?
ഇത് നമ്മൾ ഡിമോർഗൻസ് ലോ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ എഴുതാം എക്സാക്ട്ലി. അല്ലെങ്കിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡിമോർഗൻസ് ലോ വെച്ച് എഴുതുകയാണെങ്കിൽ ഡിമോർഗൻസ് ലോ എന്താണ്? എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പ്രഷൻ എ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക, പ്ലസ് ബി കോംപ്ലിമെൻറ്റ് വന്നാൽ സി കോംപ്ലിമെൻറ്റ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? എ ബി പ്ലസ് സി കോംപ്ലിമെൻ്റ് എന്ന് വരും. ഓക്കെ, ക്വിക്കായിട്ടാണ് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. ഇതുപോലെ നമുക്ക് ആർ എച്ച് എസ് കണ്ടുപിടിച്ചൂടെ? ആർ എച്ച് എസ് എന്താ? ആർ എച്ച് എസ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്കിതിനെ എ ഇൻറ്റു ബി ഇൻറ്റു സി ഹോൾ ബാർ ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ നമുക്കിതിനെ ഡിമോർഗൻസ് ലോ വെച്ച് എഴുതുകയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ബി ഇൻറ്റു സി ഡബിൾ കോംപ്ലിമെൻ്റ് എന്ന് വരും. അതായത് ഡിമോർഗൻസ് ലോ നമുക്കറിയാം. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി സി എന്ന് വരും. അപ്പോൾ നമുക്ക് എൽ എച്ച് എസ് കിട്ടി, ആർ എച്ച് എസ് കിട്ടി. എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ അല്ല എന്ന് പറഞ്ഞത് എന്താണ്? രണ്ടും അസോസിയേറ്റീവ് അല്ല, നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ നാൻഡ് സോൾവ് ചെയ്തത് ഇതേ മെത്തഡോളജിയിൽ നിങ്ങൾക്ക് നോറ് സോൾവ് ചെയ്തൂടെ? അപ്പോൾ നാൻഡിൻ്റെ സൊല്യൂഷൻ 1.5 മാർക്ക്, നോറിൻ്റെ സൊല്യൂഷൻ 1.5 മാർക്ക്. ഇങ്ങനെയാണ് മൊത്തം 3 മാർക്ക് വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് ചെയ്യാനുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു മെത്തഡോളജി ഒന്ന് മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഏത് ബൂലിയൻ എക്സ്പ്രഷനും നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർട്ട് ദി എക്സ്പ്രഷൻ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു ഡി പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു സി ബാർ പ്ലസ് എ ഇൻറ്റു സി ഇൻറ്റു ഡി ടു മിൻ ടേം. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ മിൻ ടേം ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. മിൻ ടേം എല്ലാവർക്കും അറിയാം, ഇതൊരു SOP ആണ്, ഒരു സ്റ്റാൻഡേർഡ് SOP അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ബൂലിയൻ എക്സ്പ്രഷനെ ഒരു സ്റ്റാൻഡേർഡ് SOP ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ എങ്ങനെ ഇതിനെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യും? അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ എ ബി സി ഡി എന്നുള്ള എക്സ്പ്രഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണ്. എ ബി ഇൻറ്റു സി ബാർ എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇവിടെ മിസ്സിംഗ് ലാറ്ററൽ ഒന്നെങ്കിൽ ഡി മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഡി ബാർ മിസ്സിംഗ് ആണ്. ഇതുപോലെ എ സി ഡി എന്നുള്ള എക്സ്പ്രഷനും സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇവിടെ ഒന്നെങ്കിൽ സി മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് മിസ്സിംഗ് ആണ്? സി ബാർ മിസ്സിംഗ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എ ബി സി ഡി പ്ലസ് എ ബി സി ബാർ ഇൻറ്റു ഡി പ്ലസ് എ ബി സി ബാർ ഇൻറ്റു ഡി ബാർ പ്ലസ് എ ബി ഇവിടെ സി ഇൻറ്റു സി ബാർ എന്ന് ഞാൻ എഴുതിയത് അല്ലേ? ശ്രദ്ധിക്കണേ, ഇവിടെ സി ഇൻറ്റു സി ബാർ അല്ല അല്ലേ? ഓക്കെ, ബിയും ബി ബാറുമാണ് മിസ്സിങ് കേട്ടോ, ശ്രദ്ധിക്കണേ. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഇപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് എ ബി ഇൻറ്റു സി ഡി പ്ലസ് എ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി ഡി എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഈ ബൂലിയൻ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ഇത് 0 0 0 0 ഇതെന്താ 0 0 1 0 അങ്ങനെയല്ല. ഈ SOP എങ്ങനെ എഴുതാം നമുക്ക്? ഈ XOP എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് SOP ഫോമിലല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇത് നമുക്ക് 1 1 1 1 എന്ന് എഴുതാം. ഇത് നമുക്ക് 1 1 0 1 എന്ന് എഴുതാം. ഇത് നമുക്ക് 1 1 0 0 എന്ന് എഴുതാം. ഇത് നമുക്ക് 1 1 1 1 എന്ന് എഴുതാം. ഇത് നമുക്ക് 1 0 1 1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 2 തവണ 1 1 1 റിപ്പീറ്റ് ആവേണ്ട, നമ്മൾ 2 തവണ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ 1 1 1 1 അറിയാം 15 ആണ്. 1 1 0 1 നമുക്കറിയാം 13 ആണ്. അല്ലെങ്കിൽ എന്താണ്? ഡി ആണ്. നമുക്ക് ഡെസിമൽ തന്നെ എഴുതാം. 1 1 0 0 എന്ന് പറഞ്ഞാൽ 12 ആണ്. 1 1 1 1 എന്ന് പറഞ്ഞാൽ 15 ആണ്. 1 0 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ്. ഓക്കെ, അപ്പോൾ 15 2 തവണ ഒന്നിന് നമുക്ക് ഒറ്റ തവണ എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ മിൻ ടേം ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഫംഗ്ഷൻ ഓഫ് എ കോമ ബി കോമ സി കോമ ഡി ഈക്വൽ ടു സമ്മേഷൻ മിൻ ടേം. ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എഴുതുക. ഏറ്റവും ചെറിയ നമ്പർ 11 ആണ്. പിന്നെ വരുന്നത് 12 ആണ്. പിന്നെ വരുന്നത് 13 ആണ്. പിന്നെ വരുന്നത് എന്താണ്? 15 ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനാണ് ഇതിൻ്റെ മിൻ ടേം എക്സ്പ്രഷൻ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ സ്റ്റെപ്സിൻ്റെ ഒന്നും നെസസറി ഇല്ല, ജസ്റ്റ് അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ? 3 മാർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5th ക്വസ്റ്റ്യൻ നോക്ക്. ഡിഫൈൻ എക്സ്പ്രഷൻ ഇൻ വെരിലോഗ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ എന്താണ് ബേസിക്കലി ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ? അപ്പോൾ നമുക്ക് ഓരോ വെരിലോഗ് പ്രോഗ്രാമിങ്ങിലും എക്സ്പ്രഷൻസ് എഴുതാം അല്ലേ? എക്സ്പ്രഷൻസ് അസൈൻ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? ഓരോ ഗേറ്റിനും നമ്മൾ ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡിനൊരു എക്സ്പ്രഷൻ, ഓറിനൊരു എക്സ്പ്രഷൻ, നോട്ടിനൊരു എക്സ്പ്രഷൻ, നാൻഡിനൊരു എക്സ്പ്രഷൻ, എക്സോറിനൊരു എക്സ്പ്രഷൻ. അപ്പോൾ
ഡിഫൈൻ എക്സ്പ്രഷൻ ഇൻ വെരിലോഗ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് പാർട്ടാണ് വെരിലോഗ് പ്രോഗ്രാമിങ്ങിൻ്റെ. ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻസിന് ഒരു എക്സാമ്പിൾ പറയാം അല്ലേ. ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് ആണ്. ഒരു ബേസിക് എന്താണ് ആൻഡ് ഗേറ്റ് ആണ്. ഈ ആൻഡ് ഗേറ്റിന് നമ്മൾ ഇൻപുട്ട് എ എന്നും ബി എന്നും അസൈൻ ചെയ്തു, ഔട്ട്പുട്ട് എന്താ അസൈൻ ചെയ്തു, വൈ എന്ന് അസൈൻ ചെയ്തു. അപ്പോൾ നമ്മളൊരു വെരിലോഗ് പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം നമ്മളൊരു മൊഡ്യൂൾ എന്നുള്ള കീവേഡിൽ ആൻഡ് ഗേറ്റ് ഡിഫൈൻ ചെയ്യും. ആൻഡ് ഗേറ്റിൽ നമ്മൾ എക്സാക്ട്ലി ഇൻപുട്ട് എന്നുള്ളത് എയും ബി എന്നും ഔട്ട്പുട്ട് എന്നുള്ളത് വൈ എന്നും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ എഴുതാം. അസൈൻ y ഈക്വൽ ടു എ ആൻഡ് ബി. ഈ എ ആൻഡ് ബി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു എക്സ്പ്രഷനാണ്. വൈ എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്രഷൻ ആവുന്നത്? കാരണം എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ടുകളെ നമ്മൾ എ ആൻഡ് ബി എന്നുള്ളൊരു എക്സ്പ്രഷനായിട്ട് ബേസിക്കലി എന്തിൽ മാറ്റി, നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ മാറ്റി. ഇതാണ് ആൻഡിന് എക്സാമ്പിൾ. ഇപ്പോൾ സപ്പോസ് ഈ ആൻഡിന് പകരം ഓർ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു എ ഓർ ബി. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഗേറ്റ് വെച്ചിട്ട് ആ എക്സ്പ്രഷനെ ഒന്ന് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് 5th ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡീകോഡർ. ബേസിക്കലി ഡീകോഡറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ 3 മാർക്കിന് വെച്ചതുകൊണ്ട് എന്തെഴുതിയാൽ മതി, ഡീകോഡർ എന്താണെന്ന് മാത്രം നിങ്ങൾ നോട്ടിഫൈ ചെയ്താൽ മതി അല്ലേ. ഡീകോഡർ എന്താണെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡീകോഡറിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡീകോഡർ നമുക്കറിയാം ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഡീകോഡർ ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ഹാവിങ് n നമ്പർ ഓഫ് ഇൻപുട്ട് ആൻഡ് 2 raised to n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. അപ്പോൾ n നമ്പർ ഓഫ് ഇൻപുട്ട്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും, 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും, 4 ഇൻപുട്ടും 16 ഔട്ട്പുട്ടും. ഈ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ വരുന്ന കോമ്പിനേഷൻ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വെച്ച് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എഴുതാൻ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് മീൻ ബൈ റൈസ് അറൗണ്ട് കണ്ടീഷൻ. ഇത് ബേസിക്കലി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്യുവർലി തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റൈസ് അറൗണ്ട് കണ്ടീഷൻ നമുക്കറിയാം. റൈസ് അറൗണ്ട് കണ്ടീഷൻ ബേസിക്കലി ഒക്കർ ചെയ്യുന്നത് ഏതിലാണ്, റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജെൻ്റെയും കെൻ്റെയും വാല്യൂ 1 വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എററാണ് റൈസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പോൾ റൈസ് അറൗണ്ട് കണ്ടീഷൻ ബേസിക്കലി ജെയും കെയും 1 ആകുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ടോഗിൾ ആവുന്ന ഒരു കണ്ടീഷൻ വരും. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമുക്ക് റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുക. 3 രീതിയിൽ നമുക്ക് ഓവർകം ചെയ്യാമെന്നൊക്കെ നമുക്കറിയാം. ഒന്ന് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് ഓവർകം ചെയ്യാം, ഒന്ന് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് വെച്ച് ഓവർകം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്ന് എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ വേവ് ഫോം കണ്ടോ, ഈ വേവ് ഫോം ജസ്റ്റ് വരച്ച് വയ്ക്കാം. ഇതിനാണ് 3 മാർക്ക്. ലോജിക്ക് മനസ്സിലായല്ലോ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കൺവേർട്ട് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ കൺവേർഷൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് ശരിക്കും ഒരു എക്സൈറ്റേഷൻ ടേബിളൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ കൺവേർഷൻ. പക്ഷേ ഇതുപോലത്തെ സിമ്പിൾ കൺവേർഷൻസൊക്കെ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങനെ D ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് തന്നിരിക്കുന്ന ഈ ഗിവൺ ഫിഗറിൽ, ഈ ഒരു ഫിഗറിൽ നമുക്കൊരു T ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലേ, ഒരു ബേസിക് ആയിട്ടുള്ള T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വരച്ചിരിക്കുന്നത്. ഈ T ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ഈ T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് Q ആണ്. ഔട്ട്പുട്ട് നമ്മൾ ഒരു XOR ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ XOR ഗേറ്റ് വരച്ചിട്ട് XOR ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് Dയും ഒരു ഇൻപുട്ട് നമ്മൾ ഔട്ട്പുട്ടുമാണ്. അതാണ് നമ്മൾ T ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. കോമൺ ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു T ഫ്ലിപ്പ് ഫ്ലോപ്പിനെ D ആക്കാൻ വളരെ ഈസിയാണ്. T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ ഒരു XOR ഗേറ്റ് കണക്ട് ചെയ്യുക. T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് XOR ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് D ആണ്. ഈ രീതിയിൽ നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ടോഗിൾ കണ്ടീഷൻ വരില്ല. ഇങ്ങനെയാണ് D വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കൺവേർഷൻ പോസിബിൾ ആവുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കെന്നെ അറിയാം 9ഉം 10ഉം 5ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ ലോജിക് ഫാമിലി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. 5th മൊഡ്യൂളിൽ തന്നെ നമുക്കറിയാം ലോജിക് ഫാമിലിയാണ്. സോ ലോജിക് ഫാമിലിയിൽ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട് ഓഫ് ലോജിക് സർക്യൂട്ട്. ഡിഫൈൻ ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട് ഓഫ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫാനിനും ഫാൻ ഔട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫാനിന് 1.5 മാർക്കും ഫാൻ ഔട്ടിന് 1.5 മാർക്കും, അങ്ങനെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം
നമുക്ക് ആദ്യം ഫാൻ ഔട്ട് നോക്കാം. ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ് ക്യാൻ ഡ്രൈവ്. ദ നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ് ക്യാൻ ഡ്രൈവ് ഈസ് കോൾഡ് ഫാൻ ഔട്ട്. സെയിം വേ the maximum number of input that can be applied to a logic gate is called fan in. അപ്പോൾ എന്താണ് ഫാൻ ഇന്നും ഫാൻ ഔട്ടും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ്? അപ്പോൾ നമ്മളൊരു ലോജിക് ഫാമിലി എടുക്കുകയാണെങ്കിൽ ഒരു ലോജിക് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ലോഡുകൾ നമുക്ക് കണക്ട് ചെയ്യാം, ഇതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക, അതിൽ രണ്ടാമത്തെ ഫിഗർ കണ്ടോ? ഈ രണ്ടാമത്തെ ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബേസിക്കലി എന്താണ്? ഫാൻ ഔട്ടാണ്. രണ്ടാമത്തെ ഫിഗർ നിങ്ങൾ നോക്കുക, ഇതാണല്ലോ സെക്കൻഡ് ഫിഗർ. ഈ സെക്കൻഡ് ഫിഗറിൽ നമുക്കിവിടെ കാണാം നമ്മളൊരു ലോജിക് ഗേറ്റ് എടുത്തു. ആ ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ 4 ഡിഫറെൻറ്റ് ലോഡുകൾ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഫാൻ ഔട്ട് എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ് ക്യാൻ ഡ്രൈവ് ഈസ് കോൾഡ് ഫാൻ ഔട്ട്. ആ ഫിഗറും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക, വരച്ചു വയ്ക്കുക. അടുത്തത് പറയുന്നത് ഫാൻ ഇൻ ആണ്. ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ലോജിക് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഇൻപുട്ടുകൾ പോസിബിളാണ്, അല്ലെങ്കിൽ ഒരു ലോജിക് ഫാമിലി എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം എത്ര ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൻ ഇൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ഒരു നാൻഡ് ഗേറ്റ് ആണ്. ഈ നാൻഡ് ഗേറ്റിൽ എം നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫാൻ ഇൻ വിൽ ബി എം ആണ്. അപ്പോൾ എത്ര ഇൻപുട്ടുകളുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൻ ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 1.5 മാർക്ക് വെച്ചിട്ട് അതിൻ്റെ സിമ്പിൾ ഡെഫിനേഷനും ഒരു ഫിഗറും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡിഫൈൻ നോയ്സ് മാർജിൻ ആൻഡ് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഇറ്റ്. അപ്പോൾ നോയ്സ് മാർജിൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1.5 മാർക്ക് ഡെഫിനേഷനും 1.5 മാർക്ക് അതിൻ്റെ കാൽക്കുലേഷനുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിൽ ജസ്റ്റ് നോയ്സ് മാർജിൻ എന്താണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നോയ്സ് മാർജിൻ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് നോയ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദി പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് എ സർക്യൂട്ട്. It is the limit of noise voltage that can be present without disturbing the proper operation of circuit. അപ്പോൾ നമ്മളൊരു ലോജിക് ഫാമിലിൻ്റെ ഓപ്പറേഷൻ തടസ്സപ്പെടാതെ എത്രത്തോളം നോയ്സ് അതിൽ പ്രസൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ടിന് മേലെ നോയ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ നമ്മളെ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിൽ എത്രത്തോളം നോയ്സ് നമുക്കൊരു ലോജിക് ഫാമിലിയിൽ പ്രസൻ്റ് ആവാം എന്നുള്ള പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നോയ്സ് മാർജിൻ പറയുന്നത്. അപ്പോൾ നോയ്സ് മാർജിൻ നമുക്ക് 2 ഇക്വേഷൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ 2 എക്സ്പ്രഷൻ കാണാം, VNHഉം VNLഉം അല്ലേ. അപ്പോൾ VNH നോക്ക്, VOH മിനിമം മൈനസ് VIH മിനിമം, അതാണ് VNH. VIL മാക്സിമം മൈനസ് VOL മാക്സിമം, ഇതാണ് VNL. അപ്പോൾ എന്താണ് ഈ VOH എന്ന് പറഞ്ഞാൽ? VOH എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? O ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ്, H ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹൈ എന്നാണ്, V ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതാണ് VOH. എന്താണ് VIH? ഹൈ ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് VIH. അപ്പോൾ ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കോൾഡ് VNH, അല്ലെങ്കിൽ നോയ്സ് മാർജിൻ്റെ ഹൈ വോൾട്ടേജ് VNH. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി മിനിമം വാല്യൂസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെയിം വേ VNL എന്ന് പറയുന്നത് എന്താണ്? VIL മാക്സ് മൈനസ് VOL മാക്സ്. അപ്പോൾ എന്താണ് VIL മാക്സ്? VIL എന്ന് പറഞ്ഞാൽ എന്താ? ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്, ഇറ്റ് വിൽ ബി എ മാക്സിമം വാല്യൂ. സെയിം വേ വാട്ട് ഈസ് മീൻ ബൈ VOL? ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് VNL. അപ്പോൾ നോയ്സ് മാർജിൻ 2 വോൾട്ടേജ് ലെവൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഒന്ന് VNHഉം ഒന്ന് VNLഉം. ഓർത്ത് വയ്ക്കുക, ഈ ഡെഫിനേഷനൊന്നും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത് 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ ഡെഫിനേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം, അതുപോലെ ഇക്വേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ പാർട്ട് ബി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ 11A 11B ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ഫിഫ്ത്ത് മൊഡ്യൂളിലും പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ഞാനത് അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ
യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.